Shruti, this is a very exciting moment for me and the tribe because എന്താ പറയുക ഒരു വി ആർ എക്സ്പെരിമെൻറ്റിങ് സംതിങ് പുതിയതായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ്, ഓൾ ഓഫ് us ആർ വെരി എക്സൈറ്റഡ് ദാറ്റ് യു ആർ പാർട്ട് ഓഫ് ദിസ്. ഇതിൻ്റെ ഒരു ഭാഗമാവുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാടധികം നമ്മൾ ഈ പറയുന്ന പോലെ ഈ എക്സ്പെരിമെൻറ്റ്സ് വർക്കൗട്ട് ആവും ഇല്ല എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വരാറുണ്ട്. പക്ഷെ ദെൻ വി പുട്ട് ആ ഫുഡ് ഡൗൺ ആൻഡ് ദെൻ വി ഗോ അഹെഡ്. അപ്പോൾ അത് നമ്മുടെ കൂടെ അതിന് കൂടെ നിൽക്കുന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ്. താങ്ക് യു ഫോർ ഹാവിങ് മീ. യെസ്, ട്രൈബ് ജേർണലിൻ്റെ ഒരു ഫസ്റ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ when I told you about Tribe Journal, what was the first thought that came across your mind? എന്താണ് ആദ്യം തോന്നിയത്? I was like, damn, ഇതെന്താ ഞാൻ ഇതിന് മുന്നേ കാണാത്തെ? Why is this? I think because my husband Francis, he works in advertising, we follow, at least he follows internet trends and all that very closely. അപ്പം an online magazine is not something that is new. പക്ഷേ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. I don't know if it is something which is already there, but it's obviously not that big because we have not seen it yet. So Rishi എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ it was very, very interesting, very exciting, very different. So I jumped ahead and said yes because I would like to be a part of a concept like this. താങ്ക് യു ഫോർ ദാറ്റ് ബിക്കോസ് നമ്മളും ഇതുവരെ ആസ് ഓഫ് നൗ നമ്മൾ റിസർച്ച് ചെയ്തതിൻ്റെ ബേസിസിൽ ഇതുവരെ അങ്ങനെയൊന്നും ഒരു ഇൻസ്റ്റാഗ്രാം മാഗസിൻ എവിടെയൊന്നും കണ്ടിട്ടില്ല. സോ വി ആർ ഓൾസോ ഹോപ്പിംഗ് ലൈക്ക് ദിസ് ഇസ് ദി ഫസ്റ്റ് എവർ ഇൻസ്റ്റാഗ്രാം മാഗസിൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. സോ നമുക്ക് അത് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോവാം. ഇനി അതല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ മാഗസിൻസ് ഉണ്ടെങ്കിൽ തന്നെ വി വിൽ ബി വൺ ഓഫ് ദി ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം മാഗസിൻസ് ഓൺ ദി പ്ലാറ്റ്ഫോം. സോ we are super excited that you are on the cover of the first ever Instagram magazine, at least in South India നമുക്ക് വിശ്വസിക്കാം. So we have this thing called 12 with the tribe. അതായത് നമ്മുടെ ട്രൈബ് ജേർണലിൻ്റെ ഭാഗമായിട്ട് we will be asking you few questions. ഞാൻ ട്രൈബ് ജേർണലിൻ്റെ തീം എന്താണെന്ന് ഇതിപ്പോൾ കാണുന്ന എല്ലാവരോടും ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. വി ആർ ഗോയിങ് ബൈ ദ തീം ബ്രേക്ക് ദ റൂൾസ്. ഇപ്പോൾ 1 ജൂൺ ഒരു പ്രൈഡ് മന്ത് കൂടിയാണ്. എവ്രിബഡി ഇസ് ബിലീവിങ് ഇൻ ബ്രേക്കിംഗ് ദ റൂൾസ്, യുനോ അക്സെപ്റ്റിംഗ് ദി ഒരു നോർമൽ അല്ലാതെ കണ്ടിരുന്ന കാര്യങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. ആൻഡ് ഓൾസോ നമ്മളും ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ റിയൽ ട്രൈബും ശ്രുതിയും കൂടി ചെയ്തിട്ടുള്ള കണ്ടന്റ് വാസ് കൈൻഡ് ഓഫ് ബ്രേക്കിംഗ് ദ റൂൾസ് ബിക്കോസ് വി അഡ്രസ് തിങ്സ് ദാറ്റ് ആക്ട്രസസ് യൂഷ്വലി ഗെറ്റ് ആസ്ക്ഡ് ബട്ട് ദെൻ ദ ഐറണി ബിഹൈൻഡ് ഇറ്റ്, അങ്ങനെ ഒരു സംഭവം. സോ ബ്രേക്ക് ദ റൂൾസ് എന്ന് പറയുന്നൊരു തീമിലാണ് ട്രൈബ് ജേർണലിൻ്റെ ഫസ്റ്റ് എവർ ഇഷ്യൂ പുറത്ത് വരാൻ പോകുന്നത്. സോ ബ്രേക്ക് ദ റൂൾസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം ശ്രുതിയുടെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്താണ്? I don't know, I was just thinking that when you said that Pride Month and കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ I was just like, rules എന്ന് പറയുന്നത് it's just something that has been set by society, so they are meant to be broken. I mean, no one is anyone to tell you to live your life a certain way. ഋഷിൻ്റെയോ വിവേകിൻ്റെയോ നീതുൻ്റെയോ സിമിയുടെയോ ശരിയല്ല എൻ്റെ ശരി, so then who are we to judge? So rules are meant to be broken. That's what came to my mind first. ഓക്കെ, ശ്രുതിയുടെ ലൈഫിൽ ശ്രുതി ചെറുപ്പമാവട്ടെ, സ്കൂളാവട്ടെ, ടീനേജ് ആവട്ടെ, കോളേജ് ആവട്ടെ, ഇസ് ദർ വൺ റൂൾ യു ഹവ് ബ്രോക്കൺ ആൻഡ് ഗോട്ടൺ കോട്ട് ഫോർ ഓർ സംതിങ്? പണി കിട്ടിയ ബ്രേക്ക് ദ റൂൾ മൊമെന്റ് ഉണ്ടോ ലൈഫിൽ? ആക്ച്വലി ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു റൂൾസ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ, ബട്ട് ആസ് എ ചൈൽഡ് I lived by the rules because school amma was the vice principal in the school I went to. I was not scared, but I didn't know, I was not a very naughty child, so I didn't know what naughty thing I should do. I just lived like, I was just like, okay, I have to go to school, okay, I have to study. I didn't particularly break any rules in school. In college also, I think the biggest rule that I thought I broke was having a boyfriend. I'm married to that boy now, but I thought I was very badass when I had a boyfriend. What another thing that I thought was a rule was you need to your choice of profession should be what you have been educated in. That's not something that I'm doing now. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഇപ്പോൾ കുറേ റൂൾസ് ഒക്കെ ചിലപ്പോൾ പൊട്ടിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. But that was not
വാണ്ടിങ്ലി അറിയാതെ സംഭവിച്ചു പോയ സാധനമാണ്. So until having a boyfriend, you're saying like you just existed like a very good angel kid പോലെ ആയിരുന്നു. But I was very happy. There was nothing that I wanted to do which I thought, oh, I've not done. But when I think about school and all that, I'm like, കുറച്ച് എന്തെങ്കിലും, I mean, ഒരു interview കൊടുക്കാൻ, I mean, like, the biggest thing is when like people ask me what is the craziest thing you've done. I'm like, I've done nothing crazy. I've done zero crazy things in my life, I think, in school and all that. പിന്നെ yeah, now when you think back, like nothing I've done was very crazy. At that point I would have thought, oh, I'm so, in the class cut the dance practice nu പോകുന്നതൊക്കെ I thought was very cool. But അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ചെയ്ത ക്രേസി കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റാത്തോണ്ടല്ലേ പറയുന്നത്, സത്യം പറ. After Francis came into my life, there may have been a few crazy things. Okay, you are like one among few actresses who are also writers. ഇപ്പോൾ നമുക്ക് ഇളമൈ ഇതോ സിനിമ സുധാ മാം ഡയറക്റ്റ് ചെയ്ത സിനിമ, എനിക്ക് അതുവരെ ഐ വാസ് നോട്ട് അവെയർ ദാറ്റ് യു ആർ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം പെട്ടെന്ന് റൈറ്റേഴ്സിൻ്റെ അകത്ത് ഫ്രാൻസേട്ടൻ്റെയും യു ആർ ഓൾസോ നെയിം കെയിം അപ്പ് ആൻഡ് ഐ വാസ് ലൈക്ക് വാട്ട് റിയലി, അങ്ങനെ ഒരു സാധനം വന്നു. വാവ്, that was very cool. അപ്പോൾ while doing that, did you actually break any kind of rules that existed in your mind probably? എന്തെങ്കിലും ഒരു റിയലൈസേഷൻ പ്രോസസ്, ഡിസ്കവറി പ്രോസസ് നടന്നിട്ടുണ്ടോ? ഓർ ഇതിന് മുമ്പ് ഹാവ് യു ലൈക്ക് ഇതുപോലത്തെ ഒരു റൈറ്റിംഗ് ഇതിലോട്ട് വരണം എന്നുള്ള പ്ലാൻ ശരിക്കും ഉണ്ടായിരുന്നതാണ്? ഇല്ല, ആക്ച്വലി ഇവൻ ഇളമൈ വാസ് നോട്ട്, ഇറ്റ് ഹാപ്പൻ വെരി ഓർഗാനിക്ലി. ഞാൻ എഴുതുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഫ്രാൻസിസ് ഈ പ്രോജക്റ്റിന് കമൻറ്റ് ചെയ്തത്. ഇളമൈ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഫ്രാൻസിസ് വാസ് ആക്ച്വലി ഗോയിങ് ടു വർക്ക് ഓൺ അനദർ ഫീച്ചർ വിത്ത് സുധ. എന്നിട്ട് അതെന്തോ ഡിലേ ആയി. ആൻഡ് ദെൻ ആ സമയത്തായിരുന്നു ആമസോണിൻ്റെ ഈ ഒരു സബ്ജക്റ്റ് വന്നത്. And then Francis and I, we were just discussing it. So that's another thing that happened during the lockdown, right? So then Francis and I were just discussing. Appo ideas ingane bounce ചെയ്തപ്പോ the story somehow just developed. And then we're like, okay, we can work well together എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇളമൈ വന്നത്. അതിന് മുന്നേ ഫ്രാൻസിസ് had written a മലയാളം മൂവി called അന്വേഷണം. അതിലും കുറച്ച്, I was not involved in the writing process. കുറച്ച് ഐഡിയാസ് ഇങ്ങനെ ബൗൺസ് ചെയ്തു എന്നല്ലാതെ. But like I said, writing was a very organic thing. It just happened. So did I break any rules? I don't know if I've broken any rules. But when the movie released, a lot of people had said that showing older couples love was very brave. Brave is a word that someone used, brave and fresh, but that was never the intention when we wrote it. It was just in our minds, it was just a very beautiful love story. ഒരു ലവ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് അതിന് പ്രായവും സെക്സും ഇതും ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സോ ദെൻ while we were writing it, we didn't think, oh, this is going to be ground breaking എന്ന് വിചാരിച്ച് എഴുതിയതൊന്നും അല്ല. ബട്ട് അങ്ങനത്തെ കുറേ കോമെന്റ്സ് വന്നിരുന്നു. I personally love the film because നമ്മൾ അതിനകത്ത് ആ രണ്ടുപേരുടെയും ആ ചൈൽഡിഷ് മനസ്സ് കാണിച്ചിരിക്കുന്ന രീതിയും ഈ പറഞ്ഞ പോലെ തന്നെ I thought it was very sweet instead of brave. So I thought it was very sweet. Okay, so you've been an actress in the Malayalam film industry. ഇപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. Speaking in terms of breaking the rules, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ to make it big in the industry, being an actress who's worked in a lot of films, what are the constraints that you have faced? ഒരു അപ്കമിങ് ആക്ട്രസ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വലിയൊരു സിനിമ ബാക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ യു ആർ വെരി പാഷനേറ്റ് ആൻഡ് യു ആർ സ്റ്റാർട്ടിങ് ടു വർക്ക് ഇൻ ദ ഇൻഡസ്ട്രി. അങ്ങനെ വന്ന ഒരു ഇതിൽ ആർ ദെയർ എനി കൺസ്ട്രെയിൻസ് ദാറ്റ് യു ഹാഡ് ടു ഫേസ് ആൻഡ് ആർ ദെയർ റൂൾസ് ദാറ്റ് യു ഹാഡ് ടു ബ്രേക്ക് ടു മേക്ക് ഇറ്റ് ബിഗ്? First of all, I've not made it big. I strongly do. I do not think I've made it big. It's every day is എന്താ പറയുക, സ്ട്രഗിൾ എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ല. എല്ലാ പ്രൊഫഷനിലും എല്ലാ മേഖലയിലും ദർ ഇസ് സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി ദറ്റ് പീപ്പിൾ ഫേസ്. അത് സിനിമയിൽ ഇങ്ങനെയാണ് എന്നേ ഉള്ളൂ. സോ ദെൻ ഐ ഫീൽ ലൈക്ക് ഇനിഷ്യലി വെൻ ഐ കെയിം ഇൻ ടു ദ ഇൻഡസ്ട്രി, ഞാനെന്ന് പറഞ്ഞ സമയത്ത് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ സിനിമയെക്കുറിച്ച് ഒന്നും അറിയാതെ വന്നിട്ട് അതിൻ്റെ ഇഗ്നറൻസ് കാരണം ഉണ്ടായ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പ്രേതം came in and then I loved
the working experience in Prayam. In the Prayam കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പോൾ at that point there was a notion that I don't know if it is that point or if it is still there, but ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇനി she is not going to act in movies. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ it was after Prayam that I actually really enjoyed working in cinemas. അപ്പോൾ അത് I think is an unnecessary rule that some people have in their heads. So but then apart from that, I think ipo society, the industry, everything is changing. It's change is slow, but there is change. So I'm very, very grateful that there is change, that more character, more strong female characters are being written, more good female characters are being written, and I feel like the Malayalam industry is very, very ahead when compared to any other industry. At least like the stories that I'm listening from two other industries, I feel like the Malayalam industry is quite ahead, and I'm very grateful to be part of this industry. Another this was one major difficulty that I faced. I'm very curious to know, അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കൺസ്യൂമേഴ്സ് ആണ്, മീഡിയ കൺസ്യൂമേഴ്സ് ആണ് ജനറലി, ആൻഡ് we are very well aware of things that are happening around us. അപ്പോൾ again in terms of the theme of the tribe journal, അതായത് break the rules എന്ന് പറഞ്ഞൊരു സംഭവമാണ്. If I ask you about one social norm that you believe should be broken, ഇപ്പോഴും that is one thing that should be actually broken and people should overlook it, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓവർലുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ഫാക്ടോ അല്ലെങ്കിൽ ഒരു ഐഡിയയോ ഉണ്ടോ ശ്രുതിയുടെ മനസ്സിൽ? One social norm that can be outside cinema. I feel like a lot of people have gotten the idea of feminism wrong. I'm really, I don't like using the word, but femininity എന്നൊക്കെ വിളിക്കുന്ന I feel like people need to get their facts right before they talk. Yeah, so that is one thing. So I think people are so quick to judge. I think we should all learn to be better listeners and understand. I feel like understand before we jump into a conclusion. Now, one thing I wanted to ask you, this is like just to know your opinion. I'm very curious about it. I'm sure you'll be discussing a lot of cinema with your friends and Francis probably, and you're watching a lot of films too. അപ്പോൾ ഇപ്പോൾ ഈ ബീങ് ദ പ്രൈഡ് മന്ത് ആൻഡ് ഓൾ ദാറ്റ്, സിനിമയിൽ ഈ ട്രാൻസ് പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു ആർഗ്യുമെൻ്റ് ആണ്, ട്രാൻസ് പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ ട്രാൻസ് പീപ്പിൾ തന്നെയല്ല ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിലിപ്പോൾ എനിക്ക് ഒരു സിനിമ ദാറ്റ് ബ്രോക്ക് ദ റൂളായിട്ട് തോന്നിയത് ഇപ്പോൾ പേരൻപ് പോലെയുള്ളൊരു സിനിമയാണ്, വേറെ അഞ്ജലി വാസ് ഫീച്ചർ. അപ്പോൾ അതുപോലെ ട്രാൻസ് പീപ്പിൾ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു വരുന്നത് കുറവാണ്. അപ്പോൾ ഇതിന് ഞാൻ കേട്ടിട്ടുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, എവ്രിബഡി മൈ നോട്ട് ബി ഏബിൾ ടു ആക്ട് എന്നുള്ളൊരു ഇതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സ്കിൻ കളറിൻ്റെ ബേസിൽ ഇപ്പോൾ ലൈക്ക് സമാന്ത ഡിഡ് ഹർ ക്യാരക്ടർ ഇൻ ഫാമിലി മാൻ, അതിൻ്റെയും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ആർഗ്യുമെന്റ് ഇതാണ്, ദാറ്റ് റെപ്രസെൻറ്റേഷൻ കറക്റ്റ് അല്ല എന്നുള്ളൊരു സംഭവം. വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ഇറ്റ്? ഹാവ് യു തോട്ട് അബൌട്ട് ദിസ്? Yes, I have thought about it. In fact, when like Francis and I did discuss it when someone raised this concern directly to us. So again, I feel like I'm not fully, I don't have all my facts in place, so I don't know if it is right for me to talk about it at this point. But okay, I feel like if for that, like you said, the representation being a trans person, but like if an actor is doing it also, like I don't see something a problem in it, as long as no one is making a joke out of it. I feel at least that's my opinion as of today. Tomorrow it may change, and I'm hoping that I will have like a better answer for this at another time. But as of now, I feel like as long as no one is making a mockery out of the whole situation, as long as this as things are dealt sensitively sensitively and humanly, I think it is okay.
but I could be wrong, and I'm always open to what you guys think about it. And I would really like to know what you think about it. Yes. See, I love the fact that I got to see your name as a writer on Ilamai Idu Idu. അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് ഉള്ള ഒരു നോർമൽ ഒരു ഐഡിയ ആണ്, ഒരു നോമാണ് ദാറ്റ് ഇറ്റ് ഈസ് ഒരു മെയിൽ ഡോമിനൻ്റ് ഇൻഡസ്ട്രി ആണ് എന്നുള്ളൊരു സംഭവമുണ്ട്. നമുക്കത് ശരി വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ചേഞ്ചസ് ആർ ഹാപ്പനിങ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമിങ്, ദാറ്റ് ഇസ് ഓൾ ട്രൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈമിൽ can you name like 3 women technicians or actors or directors who are like very much inspiring you? Oh, I will start off with Sudha ma'am. We recently spoke to Anjali Menon. Absolute inspiration. I absolutely love the way she talks. I mean, these two people I really look up to. In the term, I feel like there are lots of actors also who I look up to. So yeah. So at the top of my head right now, I can think of Sudha ma'am and Anjali. Okay, perfectly fine. ഇനി ഇപ്പോൾ ശ്രുതിയുടെ ക്യാരക്ടർ ഇപ്പം ഞാൻ എപ്പോഴും ഐ ഹാവ് സീൻ ദ വെരി ഫൺ ചെർപ്പി ആൻഡ് ബ്രൈറ്റ് സൈഡ് ഓഫ് യു. സോ ഇഫ് ഐ വുഡ് ആസ്ക് യു, ശ്രുതിയെ ഡിഫൈൻ ചെയ്യുന്ന 2 സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ദ ബെസ്റ്റ് ഡെഫിനിഷൻ ഉള്ള 2 പടങ്ങൾ, അതായത് ഈ 2 പടങ്ങൾ കണ്ടോ, ഐ മീൻ അത് എൻ്റെ സ്വഭാവമുള്ള 2 സിനിമകളാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഏതായിരിക്കും? Ilamai Idu Idu would be like a perfect representation of what happens in this house. A lot of the scenes were taken from our lives. Like I've said before in a few interviews, I put the wet towel on the bed. Francis breaks all the things in this house. He doesn't know he knows how to make tea quite well. Yeah, so Ilamai was a good representation. Okay. ശരി, റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ടെൽ us, are you working on something? What would be like 2 genres you would want to experiment writing? 2 എഴുതാൻ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? എഴുതാൻ ഇനി പ്ലാൻ ഉണ്ടോ? എന്താ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് റൈറ്റിംഗ് സിനാരിയോ? So writing, Francis is working on a whole lot of projects in the writing front. Francis ഞാനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ 2 projects ഉണ്ട്. Nothing to talk about yet, but nothing to talk about yet. It's mostly in the sitcom, like our genre lana ഒന്ന്. മറ്റത് is a comedy. So I think after Anveshanam, Francis's thriller he just doesn't want to write anymore. Horror, Francisne konna pole ezhudilla, though I think Francis would really do horror very well. But right now, romance was something that we really wanted to try. We could do it with Ilamai. Comedy is something that we have been wanting to try. We are trying to do it with the script that we are working on now. So these are a few things. So how we work is that if there is a project that has come, എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോണർ ഞാൻ ഫ്രാൻസിസ് loves to experiment with genres. എനിക്കാണെങ്കിൽ it should be, there should be something, like it should either be a love story, it should be comedy, like action and all that. There's no chance I would even be interested in writing. I like watching action movies, but I don't think I'd write a really bad action movie. That's the kind of action movies I like. Okay, fine. ഏതാണെന്ന് ചോദിക്കരുത്. വേറെ ചോദിക്കുന്നില്ല. Leaving there. Okay, ഇൻഡസ്ട്രിയെ കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ let us break a myth actually. ഇൻഡസ്ട്രിയെ കുറിച്ച് was there a myth that you believed in and then was proven wrong in film industry കുറിച്ച്? Yeah. കാരണം എൻ്റെ അമ്മയുടെ അമ്മ വാസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. SA നായർ എന്നായിരുന്നു പേര്. ഹി വാസ് എ പബ്ലിസിറ്റി ആർട്ടിസ്റ്റ്. അപ്പോൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പണ്ട് വാസ് ഡൺ ബൈ ഹാൻഡ്. അപ്പോൾ ചെമ്മീൻ്റെ പോസ്റ്റേഴ്സൊക്കെ അപ്പൂപ്പനാണ് വരച്ചത്. So then അന്ന് അപ്പോൾ when അപ്പൂപ്പൻ was alive, he used to tell stories about അന്നത്തെ ഫിലിം ഇൻഡസ്ട്രി. ആൻഡ് അപ്പൂപ്പൻ നമ്മളെ ആരെയും അടുപ്പിച്ചിട്ടില്ല ടു ദ ഫിലിം ഇൻഡസ്ട്രി. അമ്മ, ചെറിയമ്മ, no one has even like even knew what cinema was.
എന്നിട്ട് like when like he used to tell me stories about the industry. അപ്പോൾ I had like a very skewed idea of what the film industry was, and either he's talking about 30-40 years back, you know, the industry then. അപ്പോൾ when I got into films, one like ഞാൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഞാൻ പോയപ്പോൾ I thought there'd be 4 people on set. I thought there'd be a director, there'd be a cinematographer, there'd be me who's acting, whoever else is acting, and what else do you need while you're shooting a movie, you know? So basic things like that. That's what I said, ignorant ആയിട്ട് പോയിട്ട് ഒന്നും I really didn't enjoy the experience like I should have, you know, or looked at it with the kind of gratitude that I should have. അപ്പോൾ അങ്ങനത്തെ കുറേ opinions ഉണ്ടായിട്ടുണ്ട്. And also the safety of women in the film industry, it was something which I was very wary about initially. Baksha, I think that it's as safe as any other industry, you know. I worked as an architect in architecture firms before I got into films, and I worked as a teacher. So the balance of power, if you're it's very very sadly not equal anywhere, which is something that we are all working towards. Fine. Sherry, when we watch you in films, like we say, you are a very pleasant experience. സ്ക്രീനിലാണെങ്കിലും ഇപ്പോൾ സൺഡേ ഹോളിഡേ ആണെങ്കിലും ഒരു അവസാനമൊക്കെ ഒരു കുശുമ്പ് മോഡിലോട്ടൊക്കെ വരുമെങ്കിലും ഇറ്റ്സ് വെരി നൈസ്. ലൈക്ക് ഭയങ്കര രസമാണ് ശ്രുതിയെ കണ്ടിരിക്കാൻ. ഡിയർ കോമ്രേഡ് ആവട്ടെ, ഏത് സിനിമ ആവട്ടെ. സോ വി ഓൾവേസ് വാണ്ടഡ് ടു സീ യു മോർ ഇൻ ഫിലിംസ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ആ ഒരു ബേസ് വെച്ചിട്ട് ചോദിക്കുകയാണ്, ഇഫ് ദർ ഇസ് വൺ കൾട്ട് ക്ലാസിക് മലയാളം ഫിലിം that you would have loved being part of, അങ്ങനെ ഈ ഒരു സിനിമ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇതിൽ ഞാൻ ഭാഗമായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സിനിമ ഓൺ ടോപ്പ് ഓഫ് യുവർ മൈൻഡ് ഉണ്ടോ? I feel like people will തല്ലിക്കൊല്ലും, but then like all the films in the Priyadarshan Mohanlal era, oh god, all of it. But why would people തല്ലിക്കൊല്ലൽ you? Why? No, because അത്യാഗ്രഹം എന്നൊക്കെ പറയില്ലേ. But oh god, I love those movies. It's an immediate pick me up for me. ഇപ്പോൾ ഞാൻ Francis name, I'm introducing him to Malayalam cinema, and I'm very very happy that he's not a Malayali, but he's Tamil. But to watch like non-Malayali enjoy, also your partner enjoy the movies that you absolutely love, it's beautiful. But that is one era that I wish I could do. ഒരു പ്രത്യേക ഹൈ കിട്ടുമല്ലേ ഫ്രാൻസിസ് അത് കണ്ടിട്ട്? ഒരു പ്രത്യേക ഹൈ. And there's something about the comedy, there is something about the frame, something about the color, എന്തൊക്കെയോ, like it's just so beautiful. I don't think there's anybody who grew up watching Priyadarshan movies who have wanted not to be in part of it. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, നമുക്ക് എല്ലാവർക്കും. So ഭയങ്കര സ്റ്റാൻഡേർഡ് ആൻസർ ആണ്, ബട്ട് I feel it almost every day. Okay, fine. My 11th question to you under this question. 10 കഴിഞ്ഞു. അതാണ് നമ്മുടെ കോൺവെർസേഷന്റെ ഒരു പ്രത്യേകത. നമ്മുടെ സമയം പോകുന്നത് അറിയില്ല. ഈ ഋഷിന്റെ ഒരു കാര്യം മതി, ഇത്രയും പറഞ്ഞാൽ മതിയോ? എന്താ ഇത്രയും പറഞ്ഞാൽ മതിയോ? മതി. ഇതൊക്കെ കട്ട് ചെയ്യുമല്ലേ നിങ്ങള്? ഇത് ഞാൻ കട്ട് ചെയ്ത് ടീസറിലിടും. Okay. So if you could teleport right away, what would be ഒരു ഫേവറേറ്റ് പ്ലേസ് ടു ഗോ, ആൻഡ് വാട്ട് വുഡ് ബി യുവർ ഫേവറേറ്റ് തിങ് ടു ഡു? അതായത് ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിൽ ഇരിക്കുകയാണ്. എനിക്ക് ചില ട്രാവൽ റീൽസ് ഒക്കെ കാണുമ്പോൾ സങ്കടം വരും, ശോകവും. അപ്പോൾ അത് ഒരു ടെലിപോർട്ടിംഗ് അവസ്ഥ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ immediately if you get a chance, where would you go to and what would you do? So actually my answer has nothing to do with the lockdown. This is a very very happy memory for me. And like when I was 5 years old, Achan Mama left me in Chennai with my grandparents and moved to Cochin. I think that was my happiest time of my life. So then so in that Chennai apartment with Appan and Amuma, and also like both my grandparents were there, so Muthushan and Amuma were also there, and then I used to shuttle between these houses. But there's a particular feeling that I felt when I was there. അത് 5 വയസ്സാണെങ്കിലും we used to keep going to Chennai. അപ്പോൾ ചെന്നൈയിലേക്ക് എപ്പോൾ പോയാലും എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, you know. So
that is the feeling I want to get teleported to. ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും ഗോ ടു പ്ലേസ് വാഗമണാണ്. സോ ദെൻ ഐ ലൈക്ക് ടു ഗോ ദർ. വാഗമണിലെ ലിറ്റിൽ ഫ്ലവർ ഫാംസ്. ലിറ്റിൽ ഫ്ലവർ ഫാംസ് ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ഇറ്റ്. എനിക്ക് പോകണമെന്നുണ്ട്. ഇറ്റ്സ് വെരി കൂൾ അല്ലേ അവിടെ? It's very beautiful. Nice. Little Flower has the best hosts, Rekha and Thoma. So they are also really nice. Lovely. Okay, my final question is, ശ്രുതി രാമചന്ദ്രൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ കൊടുക്കില്ല, ചെറുതരം ഞാൻ കാണിക്കില്ല ബേബി ചേട്ടാ. നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്ന് എനിക്കറിയാലോ, അപ്പൊ അങ്ങനത്തെ വൃത്തിയായിട്ട ടൈറ്റിൽസ് ഒന്നും കൊടുക്കില്ല. ഇല്ല, പക്ഷെ എന്നാലും വാട്ട് ഈസ് ലൈക്ക് ദി വൺ മസ്റ്റ് നോ തിങ് അബൌട്ട് ശ്രുതി ദാറ്റ് ഹാസ് നെവർ ബീൻ ഡിസ്ക്ലോസ്ഡ്? I know you do the മറ്റേ thing with your കണ്ണും ഇതൊക്കെ നമ്മൾ Disclosed a lot. that is there, like I said. അപ്പം നമുക്ക് അറിയാവുന്നതാണ്. അല്ലാതെ like one must know thing about you that's never been disclosed. Real Tribe exclusive. I'm quite a boring person, guys. ഒന്നുമില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും No ചെയ്യാറില്ല. way. I'm sure nobody would believe that. Like, I told you, you asked me something, I'll tell you. I should probably ask this to Francis then. Oh, yeah, I'm very irritating as a partner. I'm damn irritating. Oh. I'm constantly thinking of new and interesting ways to irritate Francis. And he's the all-suffering one. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ക്ലൂസീവായിട്ട് പറയുന്ന കാര്യമാണ്. ശ്രുതി രാമചന്ദ്രൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. But I was thinking, എന്ത് സൈക്കോ ആണ് നിങ്ങൾ. രാവിലെ അദ്ദേഹത്തിന് നിങ്ങൾ പ്രിയദർശൻ പടം കാണിച്ചു കൊടുത്ത് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ ചൊറിയാൻ കയറും. നിങ്ങൾ ഭ്രാന്താക്കുക മനുഷ്യനെ, പാവം മനുഷ്യൻ. അല്ലല്ല, പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചൊറിയും. I start early in the morning. Lovely. So that was 12 with the tribe. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ടെൽ us everything we should know about മധുരം. അതിന് ടീസർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വി ആർ വെരി എക്സൈറ്റഡ്. സിനിമകൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ബട്ട് ദെൻ വി ആർ പെർട്ടിക്കുലർലി എക്സൈറ്റഡ് അബൌട്ട് മധുരം. ടെൽ us about that. എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് ഫിലിം ഇസ് ഇറ്റ് ഗോയിങ് ടു ബി? Oh, I'm so excited about Madhuram, Touchwood. It's എനിക്ക് പറയാനുള്ളത്, മിക്ക സിനിമയിലും പോകുമ്പോൾ മോസ്റ്റ് ആർട്ടിസ്റ്റ് and even like I've also said that, oh, this has been such a beautiful experience with the other എന്നൊക്കെ. പക്ഷേ now I'm scared to go on to another set after Madhuram because that was how beautiful it was. I feel like everything will just pale in comparison when compared to that. ഒരു lovely team to work with. It was Madhuram was very Madhuram. It was all things happy. I think the best 2 months that work wise. And Madhuram എന്ന് പറയുന്നത് ഒരു ആസ് ദ നെയിം സജസ്റ്റ് ഒരു ഭയങ്കര ഹാപ്പി ഫീൽ ഗുഡ് ഫിലിമാണ്. യു ക്യാൻ ജസ്റ്റ് ഫൊർഗെറ്റ് എവറിത്തിങ് ആൻഡ് ജസ്റ്റ് വാച്ച് ദ മൂവി. ഞാൻ ഈ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് എഡിറ്റ് കണ്ടിരുന്നു. ആൻഡ് ഐ ഹാഡ് എ സ്മൈൽ പ്ലാസ്റ്റേർഡ് ഓൺ മൈ ഫേസ്. ഞാനിതിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ട് അങ്ങനെ പൊക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ സ്റ്റോപ്പ് അറ്റ് ദിസ് ജസ്റ്റ് ടു സേ ദാറ്റ് മധുരം ഇസ് വെരി വെരി ഹാപ്പി മെമ്മറി. ഇറ്റ്സ് വെരി വെരി മധുരം അല്ലേ? വെരി വെരി മധുരം. ഐ ഹാവ് ഫ്രെയിം ദിസ് ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി. ഞാനത് വളരെ കോൺഷ്യസ്ലി ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. ജോജി ചേട്ടൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ശ്രുതിയുടെ കൂടെ വർക്ക് ചെയ്തിട്ട്? ജോജി ചേട്ടൻ, ലെറ്റ്സ് ഗെറ്റ് ഹിം ഓൺ എ കോൾ. അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് നമ്മളെല്ലാവരും ലൈക്ക് ഒരു സീൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് വി യൂസ് ടു വർക്ക് ഓൺ ദ സീൻ. അത് വാസ് എ വെരി I would like to say a new experience. കാരണം അപ്പം തന്നെ ക്രിയേറ്റിംഗ് the scene was being created in front of me. അങ്ങനത്തെ ഇത് ഞാൻ ഇതുവരെയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ദെൻ ഒരുപാട് പഠിക്കാൻ പറ്റി. I will say my experience with ജോജി ചേട്ടൻ. Very very comfortable co-actor to work with, ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയില്ലേ, it was immense. And ഇത് ഞാൻ വെറുതെ പറയല്ല, it was just immense. It was beautiful. Nice. Okay. So what would you want to tell the world about the Tribe Journal? Again, ഒന്നും കൂടി പറയാണ്, it's an experiment. It's a new thing that we are trying out. And ഇതാണോ ഋഷിനെ പൊക്കി പറയേണ്ട സെഗ്മെന്റ്? വേണേ പറഞ്ഞോളൂ. അല്ല, മെസ്സേജ്
ഓ ഇതൊക്കെ ഇങ്ങനെ പറയാവോ? ഇങ്ങനെയാണോ ഇതൊക്കെ വേണ്ടത്? നീതു ഇത് കട്ട് ചെയ്യരുതേ. ആരാ എഡിറ്റ് ചെയ്യണേ? നീ ഇതെല്ലാം നോക്കിക്കോളൂ, അവൾ ഇതൊക്കെ എടുത്തിട്ടോളൂ, അവളതൊക്കെ മറക്കാതെ ചെയ്യും. എന്നാലും പറയാം, എന്നെ കുറിച്ച് പൊക്കി പറയണ്ട. ഐ വോണ്ട് യു ടു സേ വാട്ട് യു ട്രൂലി ഫീൽ അബൌട്ട് ട്രൈബ് ജേർണൽ. എന്നെ കുറിച്ച് പറയണ്ട, ട്രൈബ് ജേർണലിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ട്രൈബ് ജേർണലിനെ കുറിച്ച്. ആൻഡ് ഐ വോണ്ട് യു ടു ഒഫീഷ്യലി ലോഞ്ച് ദി മാഗസിൻ ബൈ സേയിങ് വാട്ട് യു വാണ്ട് ദ വേൾഡ് ടു നോ അബൌട്ട് ദ ജേർണൽ. ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് യു സെഡ്, യെസ്, ഫ്രഷ് ആണ്, അതാണ് ഇതാണ്. ഇറ്റ്സ് ഐ ഫീൽ ലൈക്ക് ഇങ്ങനത്തെ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് is so inspired, you know. That's what a lot of ഈ ഒരു സമയത്ത് a lot of people lack or crave for inspiration, if I can like to put it very simply. നമ്മൾ എവിടെയെങ്കിലും you just want to hold on to something that gives you some kind of joy or inspiration. The fact that നിങ്ങൾ at Real Tribe have been able to execute it, I think that is highly inspirational. And it's not easy, you know, to work on an idea that you have. Everyone has ideas. Everyone, like at least 10 people I can say ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ to put it into action is commendable. അപ്പോൾ അതിന് താങ്ക് യു. ആൻഡ് to be on the cover of something that is so innovative is I'm very very happy to be a part of this. To put it, to say the least, എനിക്ക് അങ്ങനെ അത്രയും വലിയ വാക്കുകളൊന്നും അറിയില്ല. I'm very very excited, and I think this is one of the എന്താ പറയുക, I strongly believe that ഇങ്ങനത്തെ ഒരു Instagram magazine can become the future of media, and I would really like to see it becoming the future. കാരണം അന്ന് ഋഷിയും നീതു എനിക്ക് അയച്ച a few screenshots of what you sent me. അത് കണ്ടപ്പോൾ I'm like, hey, this is something that I would be an audience to. Like, this is something that I would be interested in reading. അതുകൊണ്ട് തന്നെയാണ് I agreed to be a part of it. Yes. So thank you so much. So sweet. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കുറേ കൺവിക്ഷൻസിൽ ലൈക്ക് യു സെഡ് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. വി ഹവ് ഓൾസോ ബീൻ ഫേസിങ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ്, പ്രത്യേകിച്ച് ഈ പീരീഡിൻ്റെ കാര്യം കൂടെ എടുക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് സന്തോഷം to have had this conversation. I hope you had fun with all the questions, and also we will be doing a much more interesting, much more bigger interview, because that is what me and Neetu are really really good at, is what we believe. നമുക്ക് ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ് ആണ് നമ്മളെ ഗ്രോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ താങ്ക് യു സോ മച്ച് ശ്രുതി ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ്, ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ദാറ്റ് ദ Tribe Journal is coming out with you on the cover, the first ever. Thank you guys, thank you so much for having me. I'm really looking forward to working with you in the future. Kanam, I really like your concepts and ideas. Yay, thank you. Thank you guys.